ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐസം മോൻ്റെ 3rd ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അവൻ്റെ 3rd ബർത്ത്ഡേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചിരിച്ചേ. അപ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തായാലും വീഡിയോ കാണാം. ഓക്കെ 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 ബൈ. ഓക്കെ പറ. ഓക്കെ. അപ്പോൾ അടുത്തത് ഐസത്തിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനിപ്പോൾ മുന്നേ എൻ്റെ അനിയൻ കുറച്ച് ചോക്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് കൊടുക്കുക, അത് കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇരിക്കട്ടെ. നല്ല ചോക്ലേറ്റ് ആണ് നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒക്കെ. ആരെങ്കിലും ചോദിച്ചാലാണെങ്കിൽ ഒരെണ്ണം പോലും ആയിരിക്കും തരൂല കേട്ടോ, തരൂലെന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് മമ്മിയുടെ വക ഗിഫ്റ്റാണ്. അപ്പോൾ എൻ്റെ സെലക്ഷൻ ആട്ടോ, ക്രീം പെയർ വന്ന് നല്ല രസം ഉണ്ടാകും ഐസ് വിട്ടാൽ. അപ്പോൾ ഇവനിക്കാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യമില്ല, പിള്ളേരല്ല, ടോയ്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്ത് കാണിച്ചാലും കൊള്ളൂല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അവനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ബോളാണെന്നാണ് അവനപ്പോൾ പറയണത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ആൻറ്റിയും കൂടെ കുറച്ച് ഡെക്കോറൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇത് വൈറ്റും ആഷ് കളർ ബലൂണും ഉണ്ട്. ഞങ്ങൾ വീർപ്പിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാം ഒരേ കളറായി പോയി. ഇപ്പോൾ ഈ ഐസം ഫസ്റ്റ് വീർപ്പിക്കണുണ്ടല്ലേ, ആഷ് കളർ, അങ്ങനത്തെ കളറായിരുന്നു ബലൂൺ. ഞങ്ങൾ വിചാരിച്ചു ആഷ് ആകുമെന്ന്. പക്ഷെ ഇത് കൊണ്ട് വീർപ്പിച്ച് വന്നപ്പോഴേക്കും എല്ലാം ഏകദേശം ഒരേപോലെയാക്കി തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഇതാണ് ഐസത്തിൻ്റെ ടീഷർട്ട്. വെറുതെ വീട്ടിലിടാൻ വേണ്ടി മേടിച്ച ടീഷർട്ടാണ്. ഇറ്റ്സ് മൈ 3rd ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായി. ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് പോസ് ചെയ്യടോ, ഒന്ന് ചിരിക്കടോ എന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാണ്ട്. എപ്പോഴും ഇവൻ ഒരു ഗൗരവക്കാരനാണ്. ചിരി വല്ലപ്പോഴും ആണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ചിരിപ്പിച്ചിട്ടൊക്കെ വേണം നമുക്ക് ഫോട്ടോസ് ഇട്ടണം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബർത്ത്ഡേ ഡെക്കോർ എന്ന് പറയുന്നത്. അങ്ങ് അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബാനറായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബലൂണൊക്കെ മേടിച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഐസത്തിൻ്റെ ചിരിയാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ചിരിക്കാൻ പറ, ഒരു വട്ടം ചിരിച്ചിട്ട് അവിടെ പോവും. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ ബാനറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കടാ, നോക്കിക്കേ. അങ്ങനത്തെ നമ്മുടെ ഐസമോൻ ബർത്ത്ഡേ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളന്ന് പോയിട്ട് സെലക്ട് ചെയ്ത ഔട്ട്ഫിറ്റ്. അവനക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇത് എൻ്റെ സെലക്ഷനാണ് മിക്കതും. ഞാനും ഒക്കെ പോകുമ്പോൾ ഞാനായിരിക്കും കൂടുതൽ സെലക്ട് ചെയ്യുക. എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കോംബോ നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവൻ്റെ അകത്തുനിന്ന് അധികം കിട്ടുന്നില്ല. ഈ ഒരു ദിവസങ്ങളൊക്കെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ ഇവിടെ ആൻറ്റിനെയും മമ്മീനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് വാ എന്നും പറഞ്ഞിട്ട്. ഒന്ന് വാ മമ്മി. ഒന്ന് വിളിക്കണം മമ്മീന. അങ്ങനെ എൻ്റെ ക്യൂട്ടി ബൈക്ക് ഇത് 3 വയസ്സാവാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് കണ്ണ് ചെമ്മി തുറക്കുമ്പോഴത്തേക്കും ഈ 3 വർഷം ഓടിപ്പോയതുപോലെയാണ്. അവനെ ഫസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്, അവനെ ഫസ്റ്റ് കണ്ടത്, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വന്നത്. പെട്ടെന്നല്ലേ വർഷവും ഇതൊക്കെ ഇങ്ങനെ ഓടിപ്പോണത്. അപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു റൗണ്ടൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അത് ഐസത്തിന് അടുത്തൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, കളറിങ് ബുക്ക്. അപ്പോൾ കളറ് അപ്പുറം നോക്കിയിട്ട് ക്രയോൺസ് അവൻ കറക്റ്റ് കളറിങ്ങനെ ചൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവൻ കളർ അടിക്കുന്നത് പല പല സ്ഥലത്തായിട്ടാണ്. അവൻ കുഞ്ഞല്ലേ, അറിയാനും പാടില്ല. പക്ഷെ കുറച്ച് കളറൊക്കെ ഇങ്ങനെ അറിയാം കേട്ടോ. പിന്നെ അവനക്കിത് ഇഷ്ടപ്പെട്ട ടോയ്സൊക്കെ അടുത്തടുത്ത ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അവനക്കിപ്പോൾ ഹാപ്പിയായി. ടോയ്സ് കാണുമ്പോൾ അവനക്ക് നല്ല ഹാപ്പിയായി. ഞാൻ ഡ്രസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഞാനും മമ്മിയൊക്കെ ഡ്രസ്സായിരുന്നു. ഡ്രസ്സിനോട് അവനക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. പുതിയ ഡ്രസ്സ് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. ഷൂ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. ആകെ ടോയ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഐസമോൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ബ്രൗൺ തീമാണ് കേട്ടോ. മമ്മക്ക് മാത്രം ബ്രൗൺ ഡ്രസ്സൊന്നും ഉണ്ടായില്ല. സോ മമ്മ ഈ ഒരു കളറായിരുന്നു.
ഒരു ലാവൻഡർ ഷെയ്ഡ് എന്നൊരു കളറായിരുന്നു ഇട്ടേച്ചത്. ബാക്കി ഞങ്ങളെല്ലാവരും ബ്രൗണും ഈ ഒരു ബീച്ച് കളറില്ല അങ്ങനെയായിരുന്നു. അപ്പോൾ അവൻ മമ്മാക്ക് ഒരു ഉമ്മ കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ മമ്മാക്ക് മാത്രം ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് പിന്നെ തരയൊന്നുമില്ല, അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതേ ഇതൊക്കെയാട്ടോ, ഞങ്ങൾ ഒരു കാറിൻ്റെ തീമാണ്, കാറ് പ്രാന്തനാണ് ഇവൻ. അപ്പോൾ കാറിൻ്റെ തീമിനായിരുന്നു കേക്ക് പറഞ്ഞിട്ടുണ്ടായത്. കേക്ക് വന്നപ്പോൾ കേക്കും അതായത് കപ്പ് കേക്ക്സും കേക്കൊക്കെ ആയിരുന്നു. കേക്കും നമ്മുടെ ഡെക്കോറും എല്ലാം കൂടെ ഒരു കലബില ലുക്ക്, മീൻസ് എല്ലാം ഒരേപോലത്തെ കളർ ഷെയ്ഡായിപ്പോയോ എന്നൊരു ഡൗട്ട്. കാരണം കേക്കിൽ ഇരിക്കുമ്പോൾ കേക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ കേക്കും ഇതൊക്കെ സംഭവമൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഡെക്കോറും ഇതൊക്കെ കൂടെ ഏകദേശം സിമിലറായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കേക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണണമല്ലേ. അപ്പോൾ പൈസ ഇവിടെ കേക്ക് എങ്ങനെയാണ് മുറിക്കണേന്നുള്ള റിഹേഴ്സലും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ കുറേ വീഡിയോസൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടമാണ് കേക്ക്. ചെറിയൊരു പീസ് കേക്ക് വീട്ടിൽ മേടിച്ചാൽ അത് കട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാട്ടോ അവനിക്ക്. അങ്ങനത്തെ അവർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവർ 3 പേരും വയസ്സും ഉമ്മയും വാപ്പയൊക്കെ കൂടെ കേക്ക് കട്ട് ചെയ്യണം. അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ അതേ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് ബിരിയാണിയാണ് നമ്മുടെ ലഞ്ച്. നമ്മൾ ഇതും ഓർഡർ കൊടുത്തേക്കണായിരുന്നു കേട്ടോ, പുറത്തുനിന്നും മട്ടാഞ്ചേരിയിലൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ കൊടുത്തേക്കായിരുന്നു. അത് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഐസത്തിന് അമ്മ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. അവൻ ഒറ്റയ്ക്ക് മസാല ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ടീഷർട്ടിലൊക്കെ ആക്കുമോ വെച്ചിട്ട് മമ്മതേ ഒറ്റയ്ക്ക് ഫുഡ് വാരി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്. സോ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.